പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഹോർമുസ് കടലിടുക്കിൽ വെടിവെപ്പ് എന്നുള്ള വാർത്ത വരുന്നു. ടാങ്കറുകൾക്ക് നേരെ ഇറാൻ വെടിവെപ്പ് നടത്തി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. പി ജെയിംസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പി ജെയിംസ്, ഈ ഹോർമുസ് അടച്ചു എന്നുള്ള റിപ്പോർട്ടിന് പിന്നാലെയാണല്ലോ ഈ വെടിവെപ്പ് വാർത്ത കൂടി. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ പി ജെയിംസ്? ഉന്മേഷ്, ഹോർമുസ് കടലിടുക്കില് അവരടയ്ക്കുകയാണെന്ന് പറഞ്ഞതിന്റെ പിറകെയാണ് യഥാർത്ഥത്തിൽ ഒരു കോൺവോയ് ആയി കുറച്ച് കപ്പലുകൾ അവസാനമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെടിവെപ്പുണ്ടായത്. ടാങ്കറുകൾക്ക് നേരെ, എണ്ണ കൊണ്ടുപോയിരുന്ന കപ്പലുകൾക്ക് നേരെ ഈ ഇറാന്റെ ഗൺബോട്ടുകൾ വെടിവെപ്പ് നടത്തിയെന്നാണ് റിപ്പോർട്ട്. കാര്യമായ എന്തെങ്കിലും പരിക്കേറ്റതായി അറിയിച്ചിട്ടില്ല. എന്തായാലും വെടിവെപ്പുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞങ്ങൾ ഹോർമുസ് കടലിടുക്ക് അടച്ചു, ഇനി കപ്പലുകൾ ആരും വരേണ്ട എന്ന രീതിയിൽ ഒരു വാണിംഗ് ആയിട്ടാണ്, മുന്നറിയിപ്പ് എന്ന നിലയിൽ കൂടിയാണ് വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവര് കപ്പലുകൾ വെടിവെച്ചിടുക അല്ലെങ്കിൽ തകർക്കുക എന്നുള്ളത് ലക്ഷ്യമായിരുന്നുവെന്ന് വ്യക്തമല്ല. കപ്പലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ പറ്റിയതായിട്ടും റിപ്പോർട്ടുകളില്ല. എന്തായാലും വെടിവെച്ചു എന്നുള്ളത് ശരിയാണ്. അതൊരു അലാമിംഗ് സിറ്റുവേഷൻ ഉണ്ടാക്കുക, വാണിംഗ് നടത്തുക, ഞങ്ങളിത് അടച്ചു എന്നുള്ളത് ബാക്കി വരാനിരിക്കുന്ന കപ്പലുകൾക്കും രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് തന്നെയാണ്. ഇതേ തുടർന്ന് മറ്റ് കപ്പലുകളൊക്കെ ഹോർമുസ് കടലിടുക്കിൽ കയറാതെ മടങ്ങിപ്പോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതിനിടയിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ അടക്കം ചൈനയുടെയൊക്കെ ഒരുപാട് കപ്പലുകൾ കടന്നു പോയിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക്, കാരണം അവര് 10 ദിവസത്തേക്ക് തുറക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ലെബനോനിലേക്ക് ഇസ്രായേൽ നടത്തിയിരുന്ന ഏറ്റുമുട്ടൽ ആക്രമണം നിർത്തിവെച്ചത് 10 ദിവസത്തേക്കാണ്. ആ 10 ദിവസവും ഇവിടെ ഹോർമുസ് കടലിടുക്ക് തുറന്നിടുമെന്നാണ് പറഞ്ഞത്. ഇതിനിടയിൽ ട്രംപിന്റെ ചില വാദഗതികളും വീരവാദങ്ങളുമാണ് പ്രശ്നമുണ്ടാക്കിയത്. നാവിക ഉപരോധം ഇറാന്റെ തുറമുഖങ്ങളിൽ കൊണ്ടുവന്ന അമേരിക്ക അതിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് ട്രംപ് എയർഫോഴ്സ് 1 വിമാനത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഇത് മാത്രമല്ല, ഇപ്പൊ നടന്നിരിക്കുന്ന കടലിടുക്കൊക്കെ തുറന്നു, എല്ലാം ഓക്കെയായി. ചൈനയുമായിട്ട് ഈ കടലിടുക്ക് തുറന്നതിൽ ചൈന വലിയ ആഹ്ലാദം, സന്തോഷവാനാണ്. അവിടുത്തെ പ്രസിഡന്റ് ഷി ജിൻപിങ് എന്ന് വരെ ട്രംപ് പറഞ്ഞു. ഇനി ഞങ്ങൾ തമ്മിൽ കാണാൻ പോവുകയാണ്. അതുപോലെ ചൈനയും അമേരിക്കയും തമ്മിൽ പുതിയ വ്യാപാരത്തിന്റെയും ബന്ധത്തിന്റെയും തലത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഇറാന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും, പശ്ചിമേഷ്യയിൽ സമാധാനം ഞങ്ങൾ ചർച്ച ചെയ്യുന്നൊക്കെ വലിയ വാദഗതികൾ ഉയർത്തിയതിന്റെ തൊട്ടുപിറകെയാണ് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയും നാവിക ഉപരോധം മാറ്റിയില്ലെങ്കിൽ അത് തുറക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി വീണ്ടും പശ്ചിമേഷ്യ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച പാകിസ്ഥാനിൽ സമാധാന ചർച്ച നടക്കുമെന്ന സൂചനയുണ്ട്. അത് നടന്നാൽ തന്നെ കരാറിലെത്തിയില്ലെങ്കിൽ വീണ്ടും ബോംബിടുമെന്ന് ട്രംപിന്റെ ഭീഷണി കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇറാനും. അപ്പൊ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്ന അവസ്ഥയായപ്പോൾ വീണ്ടും അത് പറക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഉന്മേഷ്, പി ജെയിംസ് ആണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പി ജെയിംസ് സൂചിപ്പിച്ച പോലെ തന്നെ 2ാം ഘട്ട സമാധാന ചർച്ച തിങ്കളാഴ്ചയാണ് ഇസ്ലാമാബാദിൽ നടക്കേണ്ടത്. നാവിക ഉപരോധവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും നേരത്തെ നിലപാടൊക്കെ വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ വെടിവെപ്പിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.